നമ്മളെല്ലാവരും ഉള്ളി ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പം ഉള്ളി ഉപയോഗിച്ച ശേഷം അതിൻ്റെ തൊണ്ട് ഇനി കളയണ്ട. ഉള്ളിത്തോല് കൊണ്ട് നമുക്ക് നല്ല ഒന്നാന്തരം കിടിലൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കാം കേട്ടോ. അത് മാത്രമല്ല 1-2 ഫെർട്ടിലൈസറും കൂടെ നമ്മളിതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് പൂക്കളുണ്ടാകുന്നത്. എൻ്റെ കയ്യിൽ ഏകദേശം എല്ലാ ചെടികളും നിറഞ്ഞു പൂക്കളുണ്ടാകുന്നതിൻ്റെ രഹസ്യവും കൂടി ഇതാണ് കേട്ടോ. അപ്പം അതിനുവേണ്ടി നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളാണ് എടുക്കുന്നത്. എല്ലാം നമ്മൾ വീട്ടിൽ വലിച്ചെറിയുന്നത്, അതായത് ഉപേക്ഷിച്ച് കളയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും തന്നെ ചോദിക്കുന്നതാണ്, നമ്മൾ കെമിക്കലായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? അത് കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം, ഇപ്പം നമ്മളിപ്പോൾ ഈ റോസയാണെങ്കിൽ പോലും നമ്മൾ കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ പൂക്കൾ കിട്ടിക്കഴിഞ്ഞ് ഏകദേശം അതിൻ്റെ 1-2 പ്രാവശ്യം അങ്ങ് പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുരടിച്ച് പോകുന്നതായിട്ട് കാണാം കേട്ടോ. ഇതൊക്കെ നോക്കി ജമന്തിയൊക്കെ നല്ല രീതിയിൽ എല്ലാം ഞാൻ ചെറിയ ചെറിയ ചട്ടികളിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ചെടികളെ ഈ ചട്ടികളിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് പൂമൊട്ടുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂമൊട്ടുകൾ വന്നതിന് ശേഷം നമ്മൾ പൂക്കളൊക്കെ അങ്ങ് ആയി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ നോക്കിക്കേ ഇഷ്ടം പോലെ മുട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ്. ഇനിയിപ്പോൾ ഈ ജമന്തിക്കൊക്കെ നമ്മളായിട്ട് ഒരു കോല് കുത്തി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് മറിഞ്ഞു പോകില്ല കേട്ടോ. അങ്ങനെ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നട്ടിട്ട് ഏകദേശം ഒരു കുറച്ച് പാകാകുമ്പോഴത്തേനും, ഒരു കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേനും ഞാനിങ്ങനെ ഓരോ കോല് കുത്തി കൊടുക്കും. അങ്ങനെ കോല് കുത്തി കൊടുക്കുന്നത് വഴി നല്ല രീതിയിൽ നമുക്ക് താങ്ങ് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഒടിഞ്ഞു വീഴാതെ അല്ലെങ്കിൽ താഴോട്ട് ഇങ്ങനെ മറിഞ്ഞു കിടക്കാതെ ഏറ്റവും നന്നായിട്ട് ജമന്തി ഉണ്ടാവും കേട്ടോ. ഏകദേശം നമുക്ക് ഈ ജമന്തിയൊക്കെ ഒറ്റ ഒരു ചോടുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഇത്രയും നന്നായിട്ട് നല്ല ബുഷിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി സാധാരണയായിട്ട് ഇതിന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മാവ് ഉണ്ടാവുമല്ലോ. അപ്പം ഈ മാവ് പുളിമാവാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പുളിമാവ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ അകത്ത് നിന്ന് ഏകദേശം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 സ്പൂണ് ഇതിൻ്റെ ബാക്കി മിച്ചം വെക്കുക. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ കഞ്ഞിവെള്ളം കൂടെ ചേർക്കണം കേട്ടോ. അത് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുളിച്ച മോര് കിട്ടുകയാണെങ്കിൽ മോര് ഇതിനകത്ത് ഒഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഒഴിക്കാം കേട്ടോ. ഇവ ഒഴിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ ഉള്ളിത്തോലാണ് ഇട്ട് വെക്കുന്നത്. ഈ ഉള്ളിത്തോലും കൂടി ഇട്ട് നമ്മൾ ഏകദേശം ഒരു 3 ദിവസം വെച്ച് നമ്മൾ ഇത് ഒന്ന് അഴിച്ചെടുക്കണം. നന്നായിട്ട് പുളിച്ചൊരു മണമായിരിക്കും ഇത് നമ്മൾ 7 ദിവസം കഴിയുമ്പോഴത്തേനും ഉണ്ടാവുക. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. ഈ അരിച്ചെടുത്ത ഈ ഒരു സ്ലറി ഇല്ലേ, ആ ഒരു സ്ലറി നമ്മൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് ആഴ്ചയിൽ ഒറ്റ തവണ, അതായത് മാസത്തിൽ ഒന്നെങ്കിൽ 2 തവണ അല്ലെങ്കിൽ 4 തവണ. ഇപ്പോൾ ഈ കഞ്ഞിവെള്ളം പുളിച്ചത് തലേദിവസത്തെ അല്ലെങ്കിൽ ഒരു ദിവസം വെച്ച പുളിച്ച നല്ല കട്ടിയായിട്ടുള്ള കൊഴുത്ത കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുമ്പം നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ടേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അപ്പം ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് നമ്മളിപ്പം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിലും ഇനി എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരങ്ങളിൽ ഒന്ന് ഈ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് അരിച്ചെടുത്ത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിക്കാതെ ആണെങ്കിലും നേരിട്ട് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ചെടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് പൂത്തുലയും, ഒരു സംശയവും വേണ്ട. പിന്നെ ചെടികളുടെ ചോട്ടിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ചെടികളുടെ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ നേരെ ചോട്ടിലൊഴിക്കാതെ കുറച്ച് നമ്മുടെ ചെടിച്ചട്ടിയോട് ചേർന്ന ഭാഗത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നല്ല രീതിയിൽ ഏകദേശം ഇതുണ്ടോ, ഇതിൻ്റെ പിന്നെ കട്ടി കണ്ടോ, വളരെ നേർപ്പിച്ച രീതിയിലാണ് നമ്മൾ എല്ലാ ചെടികൾക്കും കൊടുക്കാം. പ്രത്യേകിച്ച് ഈ ബോൾസൻ ചെടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേനും പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.